ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഉണ്ട്, അതാണ് 150 ടോപ്പിക്സ്. 150 ടോപ്പിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ടോപ്പിക്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ടോപ്പിക്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ളതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടൊരു ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കാണ്. മെജോറിറ്റി ഓഫ് യു, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. അറിയാമെന്ന് പറഞ്ഞ് വെറുതെ വിട്ടുകളയണ്ട, കാരണം നിങ്ങൾക്ക് അറിയത്തില്ലാത്തതായിട്ടുള്ള ഇൻഫർമേഷൻസും ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് ഷുവറാണ്. നിങ്ങൾക്ക് അറിയില്ലാതിരുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ചാനലിലെ ലിങ്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, ദേശീയ പതാകയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ്? നാഷണൽ ഫ്ലാഗിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ ദേശീയ പതാക അറിയപ്പെടുന്ന പേരാണ് ത്രിവർണ പതാക, അല്ലെ? ട്രൈ കളർ ഫ്ലാഗ് ആണ്. ത്രിവർണ പതാക എന്നാണ് നമ്മുടെ ദേശീയ പതാക അറിയപ്പെടുന്നത്. ത്രിവർണം, 3 വർണ്ണമുണ്ട്. ഏതൊക്കെയാണ് 3 വർണ്ണം? ഒന്നാമത്തെ വർണ്ണം എന്ന് പറയുന്നത് കുങ്കുമ നിറം, അല്ലെ? കുങ്കുമ നിറം. അതുപോലെ രണ്ടാമത്തെ നിറം ഏതാണ്? അതിന് തൊട്ട് താഴെ കിടക്കുന്നത് വെള്ള നിറം. പിന്നെ നമുക്കറിയാം താഴെ കാണുന്ന നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ്, അല്ലെ? പച്ച നിറമാണ്. അപ്പം ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ കണക്കാണ് കിടക്കുന്നത്. നാഷണൽ ഫ്ലാഗ് എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ പോലെ ആദ്യം കുങ്കുമ നിറം, പിന്നെ വെള്ള നിറം, അതിനുശേഷം എന്താണ്? പച്ച നിറമാണ്. ചില സമയത്ത് PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കൂടുതൽ LDC LGS പോലെയുള്ള എക്സാമിനേഷനാണ് കണ്ടിരിക്കുന്നത്. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെ? ദേശീയ പതാകയിലെ പച്ച നിറം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കുങ്കുമ നിറം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ധീരത, അതുപോലെ തന്നെ ത്യാഗം. ധീരതയെയും ത്യാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് കുങ്കുമ നിറം. വെള്ള നിറം നമുക്കറിയാം. വെള്ള എപ്പോഴും നമ്മൾ എന്താണ്? വെള്ളരിപ്രാവ്, അല്ലെ? സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. അപ്പം സമാധാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് ഏത്? വെള്ള നിറം. പച്ച നിറം എന്തിനായിരിക്കും? സമൃദ്ധി, അതുപോലെ തന്നെ ഫലഭൂയിഷ്ഠിതയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് പച്ച നിറം. അപ്പൊ ഈ നമ്മുടെ നാഷണൽ ഫ്ലാഗിലെ കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം, ഇങ്ങനെ 3 നിറങ്ങളാണുള്ളത്. അതിൽ ഈ വെള്ള നിറത്തിന്റെ മധ്യത്തിലായിട്ട് നമുക്ക് എന്തുണ്ട്? അശോക ചക്രമുണ്ട്, അല്ലെ? അശോക ചക്രം. നമ്മുടെ വെള്ള നിറത്തിന്റെ മധ്യഭാഗത്തായിട്ട് അശോക ചക്രമുണ്ട്. ഈ അശോക ചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? നാവിക നീല കളർ, അല്ലെങ്കിൽ നേവി ബ്ലൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നാവിക നീല നിറമാണ് എന്തിനുള്ളത്? അശോക ചക്രത്തിന് ഉള്ളത്. ഈ അശോക ചക്രം നമുക്കറിയാം, അതിനകത്ത് കുറെ ആരക്കാലുകളുണ്ട്. അരക്കാലല്ല, ആരക്കാല്. അശോക ചക്രത്തിന് 24 ആരക്കാലുകളാണ് ഉള്ളത്. ഇതൊക്കെ ഞാൻ LGS എക്സാമിനേഷനൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കാണാറുണ്ട്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം, അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. അശോക ചക്രത്തിന്റെ നിറം നാവിക നീല നിറം, അല്ലെങ്കിൽ നേവി ബ്ലൂ. ത്രിവർണ പതാകയിലെ 3 വർണ്ണങ്ങൾ ത്രിവർണം: കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയും ആണെങ്കിൽ വെള്ള നിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു, പച്ച നിറം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഈ കണ്ട ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഔദ്യോഗികമായി അംഗീകരിക്കുകയുണ്ടായത് 1947 ജൂലൈ 22-നാണ്. ഒരുപാട് എക്സാമിനേഷന് PSC നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. LDC-കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, LGS-ന് ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ VFA-യുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പഴയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ കാണാത്തതായിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ക്വസ്റ്റ്യൻ വരാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, 1947 ജൂലൈ 22-നാണ് എന്ത്? ദേശീയ പതാകയെ ഭരണഘടന അംഗീകരിക്കുന്നത്, അല്ലെ? അപ്പൊ ഔദ്യോഗികമായിട്ട് നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22-നാണ്. ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി. ദേശീയ പതാക ഇരിക്കുന്നത് ദീർഘചതുരാകൃതിയിലാണ്. ചതുരമാണോ? എക്സാക്ട് ചതുരമാണോ? അല്ല. സമചതുരം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദീർഘചതുരാകൃതിയിലാണ് ഇരിക്കുന്നത്.
അതായത് ഇതിന്റെ ഒരു നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമുണ്ട് അല്ലെ. നീളവും വീതിയും തമ്മില നീളം എത്ര വരും? 3യും വീതി 2. അപ്പൊ 3:2 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് എന്തിരിക്കുന്നത്? ദേശീയ പതാക. അപ്പൊ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിച്ചേക്കാം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. അപ്പൊ നമ്മൾ ദേശീയ പതാകയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേശീയ പതാക നിർമ്മിച്ചതാരാ? ദേശീയ പതാകയുടെ നിർമ്മിച്ചത് നിങ്ങൾക്കറിയാം. ആരാണ്? പിംഗലി വെങ്കയ്യ അല്ലെ. പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഓർത്തു വെക്കുക, ഇതും PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. പിംഗലി വെങ്കയ്യ, സോറി നല്ല എഴുതിയേ, പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഒന്നുകൂടി പറയുന്നു, 1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. അതുപോലെ തന്നെ പിംഗലി വെങ്കയ്യാണ് എന്ത് ചെയ്ത? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ദേശീയ പതാക നിർമ്മിക്കുന്നത് എവിടെയാണ്? ദേശീയ പതാക എല്ലായിടത്തും നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ ദേശീയ പതാക നിർമ്മിക്കുന്നത് നമ്മുടെ കർണാടകയിലെ ഹുബ്ലിയിലാണ്. ഇന്ത്യയിലെ ഒരേയൊരു അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് എന്ന് പറയുന്നത് ഹുബ്ലി. ഓക്കെ, കർണാടകയിലെ ഹുബ്ലിയിലാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ഒരേയൊരു അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് ഹുബ്ലി. ഇനി ദേശീയ പതാക നിർമ്മിക്കുന്നത് ഖാദി അല്ലെങ്കിൽ കൈത്തറി തുണിയിലാണ്. ഖാദി അല്ലെങ്കിൽ കൈത്തറി തുണിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ദേശീയ പതാക നിർമ്മിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഒരേയൊരു അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല എന്ന് പറയുന്നത് കർണാടകയിലെ ഹുബ്ലിയാന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ അംഗീകൃത നിർമ്മാണശാലയ്ക്ക് അനുവാദം കൊടുക്കുന്നത്? ആരാണ്? ദേശീയ പതാക നിർമ്മിക്കാനായിട്ടുള്ള നിർമ്മാണശാലകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ഒരു പുതിയ അറിവായിരിക്കാം. പ്രസ്താവന ഇട്ടൊക്കെ ഇതിൽ PSC ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആൻസർ പോകാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് എന്ത് ചെയ്തത്? ദേശീയ പതാക നിർമ്മാണശാലയ്ക്ക് അനുവാദം കൊടുക്കുന്ന ഒരു ഏജൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാലയാണ് ഹുബ്ലി. ദേശീയ പതാക നിർമ്മിക്കുന്നത് ഖാദി അല്ലെങ്കിൽ കൈത്തറി തുണി കൊണ്ടാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് ദേശീയ നിർമ്മാണ ശാലകൾക്കുള്ള അനുവാദം, അല്ലെങ്കിൽ അവർക്ക് ദേശീയ പതാക നിർമ്മിക്കാനുള്ള അനുവാദം നൽകുന്നത്. ഇനി നമ്മളോട് PSC പതിവായിട്ട് പലതവണ പല തരത്തിലുള്ള എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദേശീയ പതാക നിയമം. ദേശീയ പതാക നിയമം എന്നാണ് 2002 ജനുവരി 26 ദേശീയ പതാക നിയമം എന്ത് പറയുന്നത് നിലവിൽ വരുന്നത്. അപ്പൊ ദേശീയ പതാക നിയമം നിലവിൽ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇനിയും ചോദിക്കാം. 2002 ജനുവരി 26. അതായത് ദേശീയ പതാകയുടെ പ്രദർശനവും ഉപയോഗവും കർശനമായി നിയന്ത്രിക്കുന്ന ഒരു ആക്ട് ആണെന്ന് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്താറുണ്ടോ? ഇല്ല. ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ദേശീയ പതാകകളുടെ പ്രദർശനം, പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്, റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചൊക്കെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ ദേശീയ പതാകയുടെ പ്രദർശനം, ഉപയോഗം എന്നിവയൊക്കെ ശക്തമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു നിയമമാണ് എന്ന് പറയുന്നത് 2002 ജനുവരി 26 ദേശീയ പതാക നിയമം. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട മറ്റ് 2 ആക്ടുകളാണ്. പഠിക്കണമെന്നില്ല, മനസ്സിലാക്കിയാൽ മതി, ഒന്ന് കേട്ടാൽ മതി. 1950 എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട്. 1971 ദേശീയ മാനത്തോടുള്ള അനാദരവ് തടയൽ ആക്ട്. അതുപോലെ തന്നെ ഈ 2002 ജനുവരി 26 ദേശീയ പതാക നിയമം. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത് നീളവും വീതിയും തമ്മിലുള്ള അനുപാതം നമ്മളോട് ചോദിക്കാറുണ്ട്. ഔദ്യോഗികമായി അംഗീകരിച്ചവ നമ്മളോട് ചോദിക്കാറുണ്ട്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ദേശീയ പതാക രൂപകൽപ്പന നിർമ്മിക്കുന്നത് ഏത് തുണിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു ഔദ്യോഗിക പതാക നിർമ്മാണശാല ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് PSC ചോദിച്ചിട്ടുണ്ട്.
അതേപോലെ അശോക ചക്രത്തിലെ ആരക്കാലികളുടെ എണ്ണം PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞതെല്ലാം എന്താണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് 2024 LDCക്കോ LGSനോ കിട്ടിയില്ലെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ലെന്നല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, കിട്ടിയില്ലെങ്കിൽ പോലും മറ്റേതൊരു എക്സാമിനേഷൻ നിങ്ങൾ പിന്നീട് എഴുതുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ പറയാറില്ലേ, എന്താ പറയുന്നത്, നമുക്ക് ചില അറിവുകൾ ചില പ്രത്യേക സമയങ്ങളിൽ അത് നമുക്ക് പ്രയോജനപ്പെടണമെന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പല അറിവുകളും നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് പ്രയോജനപ്പെടാറുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് വളർന്ന് എന്താ പറയുന്നത്, ചിലർ ബാലവാടി പോയവരുണ്ടാകാം, അല്ലെങ്കിൽ ആശാൻ അല്ലെങ്കിൽ ആശാട്ടിയുടെയൊക്കെ എടുത്ത് പോയിട്ട് എഴുതി പഠിച്ച് അവിടുന്ന് നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങി, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് നഴ്സറി സ്കൂളോ LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് നിങ്ങളിപ്പോൾ PSCക്ക് വേണ്ടി പഠിക്കുന്നവരാണ്. ഇതിനോടകം നിങ്ങൾ പല പല അറിവുകളും സമ്പാദിച്ചിട്ടുണ്ട്. ആ പല അറിവുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും, പക്ഷെ നിങ്ങൾക്ക് പിന്നീട് അത് എവിടെയെങ്കിലും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് PSC എഴുതി PSC ജോലി സ്വപ്നം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഉയർന്ന റാങ്കിലെത്തി പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിരന്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ എഴുതുക. അവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നല്ലൊരു റിവിഷൻ അത്യാവശ്യമാണ്. റിവൈസ് ചെയ്ത് പോവുക. ഒന്നുകിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ നടക്കുന്ന സമയത്താണെങ്കിലും ഫോൺ ഒന്ന് ഓൺ ചെയ്യുക. വീഡിയോ കാണണമെന്നില്ല, ഒരു ഹെഡ്ഫോണിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ, അല്ലെങ്കിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീഡിയോ പ്ലേ ചെയ്ത് എവിടെയെങ്കിലും വച്ചിട്ട് എൻ്റെ ശബ്ദത്തിൽ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പഠിക്കുക. എനിവേ, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ബുക്കിൽ എഴുതി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മൾ എന്ത് കൊണ്ടുപോകാറില്ല, നമ്മുടെ ബുക്കുകൾ കൊണ്ടു നടക്കാറില്ല. അതേസമയം ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ബാത്റൂം വരെയൊക്കെ ഫോൺ കൊണ്ടുപോകുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ എവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിവേ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഈ ഒരു ക്ലാസ് എന്നല്ല, എന്താണെങ്കിലും നിങ്ങൾക്ക്, നമ്മളിപ്പോൾ സാധാരണ ഒരു പാട്ട് കേൾക്കില്ലേ, അപ്പോൾ അതുപോലെ അങ്ങ് കണ്ടാൽ മതി. എക്സാമിനേഷൻ വരെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക, നല്ല റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.